പാരാസൈക്കോളജി മനുഷ്യൻ്റെ സ്വഭാവത്തെപ്പറ്റിയും അവരുടെ ബിഹേവിയേഴ്സിനെ പറ്റിയും പഠിക്കുന്നതാണ് മനഃശാസ്ത്രം, സൈക്കോളജി. അതിനതീതമായിട്ടൊന്നാണ് പാരാസൈക്കോളജി. സയൻറ്റിഫിക്കലി ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ശാസ്ത്രം പാരാസൈക്കോളജി. എനർജിയെപ്പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഈ എനർജിയാണ് ഇതിലെ മെയിൻ ആൾ. ഈ മരിച്ചതിന് ശേഷം ഈ എനർജിയൊക്കെ എവിടെ പോകുന്നു? അതിപ്പം പൂച്ചയുടെ ആയാലും ഒരു പട്ടിക്കുട്ടിയുടെ ആയാലും ഒരു ചെടിയിലെ ആയാലും ഈ എനർജിയെല്ലാം എവിടെ പോകുന്നു? ഭൂമിയിൽ ഇല്ലാണ്ടാവുകയാണോ? അതോ എന്തെങ്കിലും സാന്നിധ്യത്തോടെ ഇവിടത്തൊക്കെ തന്നെ ഉണ്ടോ? അറിയില്ലല്ലേ. നൂറ്റാണ്ടുകളായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ സയൻറ്റിഫിക്കലി ഒന്നും തന്നെ പ്രൂവ് ആയിട്ടില്ല. നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് അനുഭവപ്പെടുന്ന ഒരു എന്താ പറയുന്നത്, അതാണ് പറയാൻ പറ്റാത്ത ഒന്നാണ് ഈ പാരാസൈക്കോളജിയിലുള്ളത്. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് പലതും കാണാറില്ലേ? ടെലിപ്പതി, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയില്ലേ, ടെലിപ്പതി. പിന്നെ നമ്മൾ ദൂരെയുള്ള കാര്യങ്ങൾ ഒരു പെട്ടിക്കുള്ളിൽ എന്താണ് നമുക്കറിയില്ല, പക്ഷെ നമ്മളുടെ 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, അത് വെച്ച് പെട്ടിക്കുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കുക, അതും പാരാസൈക്കോളജിയാണ്. പിന്നെ ഭൂമിയിൽ ഇപ്പം ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു, പ്രകൃതി ദുരന്തങ്ങൾ, പിന്നെ നിൻ്റെ ലൈഫിൽ നാളെ ഇന്നുണ്ടാവും, ഈ ആസ്ട്രോളജിസ്റ്റൊക്കെ പറയില്ലേ, അതും പാരാസൈക്കോളജിയാണ്. അങ്ങനെ പല പല കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ പാരാസൈക്കോളജി. അത് എനർജിയുമായിട്ട് എന്താ ബന്ധം എന്ന് വെച്ചാൽ ഈ എനർജി കാരണമാണ് അവർ ഇതെല്ലാം കണ്ടെത്തുന്നതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. കപടശാസ്ത്രമായി പാരാസൈക്കോളജിയെ കാണുമ്പോഴും നമ്മുടെ ഇടയിൽ ഒരുപാട് മനസ്സുകൾ അത് വിശ്വസിക്കുന്നവരുണ്ട്. മരിച്ച ആൾക്കാരെ കാണാം, കേൾക്കാം എന്നൊക്കെ. സത്യത്തിൽ മരിച്ച ആൾക്കാരെ കാണാൻ പറ്റുമെങ്കിൽ പട്ടിയെയും പൂച്ചയെയും കുരങ്ങനെയും എല്ലാം മരിച്ച വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയില്ലേ? അവർക്കും കാണില്ലേ സഫലീകരിക്കാൻ പറ്റാത്ത കുറേ ആഗ്രഹങ്ങൾ. പൂച്ചക്കുട്ടിക്കായാലും പട്ടിക്കുട്ടിക്കായാലും പല 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 ജീവജാലങ്ങൾക്കും കംപ്ലീറ്റ് ചെയ്യാത്ത കുറേ വിഷസ് കാണത്തില്ലേ? അപ്പോൾ അവരും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരിക്കില്ലേ? മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഡോക്ടർ പോയതിന് ശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരില്ലേ? 36 മിനിറ്റിന് ശേഷം ശരീരത്തിലേക്ക് തിരികെ എത്തി എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു എൻ്റെ ഷോർട്സിന് താഴെ. അപ്പോൾ അതുപോലെ അത് സത്യമാണെങ്കിൽ അതുപോലെ ഒരുപാട് ആൾക്കാരില്ലേ? നമ്മൾ സിനിമയെല്ലാം ഇമാജിനേഷനാണ് എന്ന് പറയുമ്പോഴും അതിലെവിടേക്കോ റിയാലിറ്റി ഉള്ള ഇമാജിനേഷനും ഇല്ലേ? പല റിയാലിറ്റികളും കോർത്തിണക്കി കുറച്ച് ഇമാജിനേഷനോട് ഇടുമ്പോഴല്ലേ ഒരു സിനിമയാകുന്നത്. നമ്മുടെ വിസ്മയത്തുമ്പത്ത് ആ നായിക ആ ബോഡിയിൽ നിന്ന് ഇറങ്ങി കുറേ സഞ്ചരിച്ചു, അതിനുശേഷം തിരികെ ആ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇതൊക്കെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, പക്ഷെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണിത്, അല്ലേ?